ബൗ സ്ട്രിങ് ആർച്ച് സ്പാനുകളും എല്ലാം കൂടി ചേർത്താൽ 1.5 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ പാലം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പാലത്തിൻ്റെ കാര്യത്തിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ മാത്രമല്ല, ഇത് ഇപ്പോൾ തന്നെ വലിയ തോതിൽ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ ടൂറിസം സാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനും അതിൽ വലിയ മുന്നേറ്റം നടത്തുന്നതിനും ഈ പാലം സഹായകമാകും. അപ്പോൾ ഇത് നാട്ടുകാരുടെ ചിരകാല അഭിലാഷത്തിൻ്റെ സാഫല്യത്തിൻ്റെ നിമിഷമാണ്. ഇവിടെ സാധാരണ ചിലരെല്ലാം പറയാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിലൊക്കെ എന്താ കാര്യമുള്ളത്, ഇതൊക്കെ ഏത് സർക്കാരായാലും ചെയ്യാൻ ബാധ്യപ്പെട്ടതല്ലേ, ഇതിൽ പ്രത്യേകമായി എന്താണ് ഉള്ളത്, ഏത് സർക്കാരായാലും ചെയ്യുമോ? അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. 2016 മുൻപുള്ള കേരളത്തിൽ നമുക്ക് വലിയ തോതിലുള്ള തിക്താനുഭവങ്ങളുണ്ട്. ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളെല്ലാം സ്തംഭിച്ചു പോയൊരു കാലം. നാടിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇവിടെ ഒരു പദ്ധതിയും വരില്ല എന്നെല്ലാം ആളുകൾ ശപിച്ചു കഴിഞ്ഞിരുന്നൊരു കാലം. അതിൻ്റെ തുടർച്ചയായാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ ശാപ അന്തരീക്ഷമേ മാറിപ്പോയി. കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പൊതുവെ നല്ല പ്രത്യാശയിലായി. എങ്ങനെയാണത് വന്നത്? വെറും വാചകങ്ങൾ കൊണ്ടല്ല. നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ, അതും വൻകിട പദ്ധതികൾ ഓരോന്നോരോന്നായി നടപ്പാകുന്ന നില വന്നു. ഇപ്പോൾ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. 2016 നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് ആരും കണക്കാക്കിയിട്ടില്ല. നാഷണൽ ഹൈവേക്കാർ പോലും കണക്കാക്കിയിട്ടില്ല. അവർ പോലും നാട് വിട്ടുപോയതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, നാഷണൽ ഹൈവേ അതിവേഗതയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി ഈ നാഷണൽ ഹൈവേയുടെ പൂർത്തിയായ ഭാഗങ്ങൾ നാടിന് സമർപ്പിക്കുമെന്നാണ് കേന്ദ്ര മന്ത്രി ഗഡ്കരി അറിയിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമായത്? ആ അന്തരീക്ഷം മാറിയതുകൊണ്ട്. വികസന പദ്ധതികൾ നാടിനാവശ്യമാണ്, ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാത്തതാണ്. ആ ഒരു
പ്രതിബദ്ധത നാടിനോടും ജനങ്ങളോടും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഇപ്പോൾ 10 വർഷമായി കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF വേണ്ടതിലധികമുണ്ട്.